ഹലോ ഡിയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ നെറ്റ്വർക്കിംഗ് എന്നുള്ള 5th ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദി ടെക്സ്റ്റ് ബുക്ക്. Vipin had gone to the hospital with his mother. They were waiting to see the doctor after taking an X-ray photograph of his mother's foot. Vipin wondered they didn't get the X-ray film. He asked the doctor about it when they met him. Doctor showed him the X-ray photograph on the monitor of his computer. Do you know how this was done? It was made possible by connecting the computers on the doctor's table to the one in the X-ray room. Files can be easily exchanged between the computers connected in this manner. The process of connecting computers so that they can exchange information is called computer networking. വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. Examine the diagram given in figure 5.1. How many interconnected computers are there in this network? പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന 7 കമ്പ്യൂട്ടറുകളാണ് ഈ നെറ്റ്വർക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ലാപ്ടോപ്പുകൾ കേബിൾ ഉപയോഗിച്ചിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. എങ്കിലും ഈ നെറ്റ്വർക്കിൽ എത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ലാപ്ടോപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ടോട്ടൽ 9 കമ്പ്യൂട്ടറുകൾ ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദി അതർ ഡിവൈസസ് കണക്റ്റഡ് ടു ദി കമ്പ്യൂട്ടേഴ്സ് ഇൻ ദിസ് നെറ്റ്വർക്ക്? കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിൻ്റർ, വെബ് ക്യാം, ഹബ് ഓർ സ്വിച്ച്. ഈ നെറ്റ്വർക്കിൽ മോഡം ഒരു കമ്പ്യൂട്ടറുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഹബ് ഓർ സ്വിച്ച് എല്ലാ കമ്പ്യൂട്ടറുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഡു യു നോ വാട്ട് ആർ ദി ഡിവൈസസ് റിക്വയർഡ് ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്? Cables are required for interconnecting computers. Connectors to connect a cable to the computers. If there are more than 2 computers, then an instrument is required to control the exchange of data between the computers. കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കേബിളിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള കണക്ടറുകൾ. 2ൽ കൂടുതൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്. Let us examine each of them in detail. Observe the cable shown in the figure which connect the computers in a network. These are called unshielded twisted pair cables. നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. UTP കേബിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. കമ്പ്യൂട്ടറുകളെ നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന UTP കേബിളിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. There are 8 cables. They are arranged in 4 pairs. Their colors are orange, brown, blue, green. White, orange, white, brown, white, blue, white, green. 8 കേബിളുകളാണ് UTP കേബിളിലുള്ളത്. 4 ജോഡികളായിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കളേഴ്സ് ഓറഞ്ച്, ബ്രൗൺ, ബ്ലൂ, ഗ്രീൻ. വൈറ്റ്, ഓറഞ്ച്, വൈറ്റ്, ബ്രൗൺ, വൈറ്റ്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ എന്നിവ. Notice how the UTP cables is connected to the computers. The connector used is known as RJ45. കേബിൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് RJ45 കണക്ടർ ഉപയോഗിച്ചിട്ടാണ്. ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചാണ് RJ45 കണക്ടർ കേബിളുമായിട്ട് ഘടിപ്പിക്കുന്നത്. ദി വയേഴ്സ് ഇൻ ദി കേബിൾ ആർ പാസ്ഡ് ഇൻസൈഡ് ദി കണക്ടർ ഇൻ എ പെർട്ടിക്കുലർ മാനർ ആൻഡ് ഫിക്സ്ഡ് യൂസിങ് ദി ടൂൾ. ടെലിഫോൺ നെറ്റ്വർക്കിനെ മോഡവുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളാണ് RJ11 കണക്ടർ. RJ45 കണക്ടർ ഉപയോഗിക്കുന്നത് UTP കേബിളും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാനും RJ11 കണക്ടർ ഉപയോഗിക്കുന്നത് ടെലിഫോൺ ലൈനിനെ മോഡവുമായിട്ട് കണക്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ്. ഡു യു സീ ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു വിച്ച് ഓൾ കമ്പ്യൂട്ടേഴ്സ് ആർ ഡയറക്ട്ലി കണക്റ്റഡ്? ദിസ് ഈസ് നോൺ ആസ് ഹബ്. ഇറ്റ് ഹെൽപ്സ് ടു സെൻഡ് ഇൻഫർമേഷൻ ഫ്രം വൺ കമ്പ്യൂട്ടർ ഇൻ ദി നെറ്റ്വർക്ക് ടു അതർ കമ്പ്യൂട്ടേഴ്സ്. ഹബ് ആൻഡ് സ്വിച്ചസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ഹബും സ്വിച്ചും. എങ്കിലും ഇവ രണ്ടും പ്രവർത്തിക്കുന്നത് ഒരേപോലെയല്ല. ഹബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ ആ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും സെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് നെറ്റ്വർക്ക് വളരെ തിരക്കുള്ളതാകുന്നു. എന്നാൽ സ്വിച്ച് ആണെങ്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രമേ കമാൻഡ് സെൻഡ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് നെറ്റ്വർക്കിലൂടെയുള്ള തിരക്ക് കുറയുന്നു. We learn how computers are networked and the devices needed for it. You know that the files can be easily exchanged through networks. What are the other uses of a network? Share the printer, share internet, share web camera, share scanner, etc.
Computers save and process data in digital form. When these digital signals travel through a telephone line, they become weak. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഡിജിറ്റൽ രൂപത്തിലാണ്. ഈ ഡിജിറ്റൽ സിഗ്നലുകൾ ടെലിഫോൺ ലൈനിലൂടെ കടന്നു പോകുമ്പോൾ അത് വീക്കായിരിക്കും. അതിനാൽ ഈ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലാക്കി മാറ്റിയാണ് ടെലിഫോൺ ലൈനിലൂടെ കടത്തിവിടുന്നത്. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ച് അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലായും മാറ്റാൻ കഴിയുന്ന ഉപകരണമാണ് മോഡം, മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ എന്നിവയുടെ ചുരുക്കരൂപമാണ് മോഡം എന്നത്. Modem is a combination of modulator and demodulator. It helps to make available the internet over a telephone line or other cable lines. രണ്ട് രീതിയിലുള്ള നെറ്റ്വർക്കുകളാണ് സാധാരണയായുള്ളത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. LAN is a system that interconnect computers inside a room or a building. ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു മുറിക്കുള്ളിലോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് LAN എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നിങ്ങളുടെ സ്കൂൾ കമ്പ്യൂട്ടർ ലാബിലെ നെറ്റ്വർക്ക് ലാനിന് ഉദാഹരണമാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് എക്സിസ്റ്റ് ഓവർ എ ലാർജ് സ്കെയിൽ ജിയോഗ്രഫിക്കൽ ഏരിയ. എ വാൻ കണക്ട് ഡിഫറെൻറ്റ് സ്മോളർ നെറ്റ്വർക്ക്സ് ഇൻക്ലൂഡിംഗ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. റെയിൽവേ, ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവയിൽ മിക്കതും രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നവയാണ്. ഇത്തരത്തിൽ വിശാലമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളാണ് വാൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. We have learned that computers are normally connected using cables, but it is possible to connect computers without using cables. This method is called wireless networking. കേബിളുകൾക്ക് പകരം വയർലെസ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഹൈ വേവ് ലെങ്ത് ഉള്ളതും അതുകൊണ്ട് തന്നെ ദോഷം ഏറ്റവും കുറഞ്ഞ റേഡിയോ വേവ്സ് ആണ് വയർലെസ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം തിരിച്ചറിയുന്നതിനായി ആവർത്തിക്കപ്പെടാത്ത ഒരു നമ്പർ ഉപയോഗിക്കുന്നു. ഇതിനെ IP അഡ്രസ്സ് എന്ന് വിളിക്കുന്നു. ഈ നമ്പർ നൽകുന്നതിന് ചില ജനറൽ ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോൾസ്. Computers in a network will have unique numbers. This number is called IP address. There are some general rules or protocol for giving such numbers. The equipment connected to a network need to follow certain rules and norms with regards to naming and exchanging of information. Such norms are called protocol. TCP/IP, SSH, SMB, POP, etc. are such protocols. ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിനും വിനിമയം ചെയ്യുന്നതിനൊക്കെ ചില പൊതുവായിട്ടുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങളെയാണ് പ്രോട്ടോക്കോളുകൾ എന്ന് പറയുന്നത്. TCP/IP, SHP, SMB, POP എന്നിവ ഇത്തരത്തിലുള്ള പ്രോട്ടോക്കോളുകളാണ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുന്നത് TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളുകൾ അനുസരിച്ചാണ്. IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉമാണ് ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോളുകൾ. IP വേർഷൻ 4 അനുസരിച്ച് 32 ബിറ്റ് വലിപ്പമുള്ള അഡ്രസ്സാണ് കമ്പ്യൂട്ടറിന് നൽകുന്നത്. 8 ബിറ്റ് വലിപ്പമുള്ള 4 ഭാഗമാണ് ഇതിനുള്ളത്. ഓരോ ഭാഗത്തെയും ഓരോ ഡോട്ട് ഉപയോഗിച്ച് വേർതിരിക്കും. എന്നാൽ IP വേർഷൻ 6 അനുസരിച്ച് അഡ്രസ്സിന് 128 ബിറ്റ് വലിപ്പമാണ് ഉള്ളത്. ഓരോ തവണ സിസ്റ്റം നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആകുമ്പോഴും ഒരു IP അഡ്രസ്സും അതിൽ ലഭിക്കും. ഇത്തരത്തിൽ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടറുകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് DHCP എന്നുള്ള ടെക്നോളജിയാണ്. The technology that gives IP address automatically is known as Dynamic Host Configuration Protocol, DHCP. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന ഓർഡറിലാണ് DHCP കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുന്നത്. ഓരോ പ്രാവശ്യവും അത് വ്യത്യസ്തമായിരിക്കും. IP വേർഷൻ 4 അനുസരിച്ചുള്ള IP അഡ്രസ്സുകൾക്ക് 4 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ 3 ഭാഗങ്ങൾ എല്ലാ കമ്പ്യൂട്ടറിലും ഒരുപോലെ ആയിരിക്കും. ഒരു നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ IP വിലാസം 192.168.1.1 ആണെന്ന് വിചാരിക്കുക. ഇതിൽ പൊതുവായിട്ടുള്ള ഭാഗം ആദ്യത്തെ 3 ഭാഗങ്ങൾ 192.168.1 എന്നുള്ള ഭാഗം നെറ്റ്വർക്കിനെയും അവസാനത്തെ ഭാഗം കമ്പ്യൂട്ടറിനെയും സൂചിപ്പിക്കുന്നു. ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് സിസ്റ്റത്തിൻ്റെ അഡ്രസ്സ്. സിസ്റ്റം നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നതനുസരിച്ച് ഓരോ പ്രാവശ്യവും IP അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത് DHCP എന്നുള്ള ടെക്നോളജിയാണ്. DHCP അനുസരിച്ച് IP അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ വരുന്ന IP അഡ്രസ്സ് സ്ഥിരമായിട്ടുള്ള IP അഡ്രസ്സ് അല്ല. ഓരോ പ്രാവശ്യവും നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നതിൻ്റെ വ്യത്യാസം അനുസരിച്ച് IP അഡ്രസ്സിൽ മാറ്റമുണ്ടാകും. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ട സിസ്റ്റവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്ന IP അഡ്രസ്സ് സ്ഥിരമായിട്ടുള്ളതല്ല. കമ്പ്യൂട്ടറുകളുടെ IP അഡ്രസ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അവ തമ്മിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രിൻ്റർ, സ്കാനർ ഇതൊക്കെ ഷെയർ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള IP അഡ്രസ്സ് സെറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഡിവൈസസ് നീഡഡ് ഫോർ നെറ്റ്വർക്കിംഗ്, വയർലെസ് നെറ്റ്വർക്ക്, പ്രോട്ടോകോൾ, സ്ട്രക്ചർ ഓഫ് IP അഡ്രസ്, പെർമനൻറ്റ് IP അഡ്രസ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്